വിനോദ, നമുക്കിന്ന് കുറച്ചൊന്ന് മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കണ്ടേ? മറ്റു വാർത്തയൊക്കെ മറന്നുപോയി. ആറന്മുള വള്ളംകളി വന്നപ്പോൾ മറ്റു വാർത്ത മറന്നുപോയില്ല. അതിലേക്ക് നമ്മൾ വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളൂ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ ഈ ആറന്മുളയുടെ ആവേശത്തിൽ ഡൽഹിയിൽ ഇന്ന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ മറന്നുപോയി എന്നത് തന്നെയാണ് വസ്തുത. നമുക്ക് ഡൽഹിയിലേക്കൊന്ന് പോയാലോ. ഇന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ വോട്ട് രേഖപ്പെടുത്താം. നമുക്കറിയാം, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. നന്ദൻ, ഈ വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ആകാംക്ഷയുടെ ഒരു ഘടകം പോലുമില്ല. കാരണം NDA സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭയിലും രാജ്യസഭയിലും ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്. എങ്കിൽ പോലും ഒരു വോട്ടെടുപ്പ് എന്ന നിലയിൽ മറ്റ് കക്ഷികൾ, ഒരുപക്ഷെ NDAക്ക് പുറത്തുള്ള ഇന്ത്യ സഖ്യത്തിന്റെയൊക്കെ ഏതെങ്കിലും എംപിമാർ കൂടി ഈ NDAയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത എത്രത്തോളമാണ് നന്ദൻ? ഗൗതം, ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 6 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. ഏതാണ്ട് 7 മണിയാകുമ്പോഴത്തേക്കും ഇതുമായി ബന്ധപ്പെട്ട ഫലപ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആദ്യ വോട്ട് ചെയ്യുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകും. പിന്നീട് NDA എംപിമാർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ സംഘത്തിനും ഓരോ കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചുമതല നൽകിയിട്ടുണ്ട്. അങ്ങനെ എംപിമാർ സംഘങ്ങളായി എത്തിയായിരിക്കും വോട്ട് ചെയ്യുക. NDAയുടെ ഇതുമായി ബന്ധപ്പെട്ട് ബൂത്ത് ഏജന്റിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് ഷിൻഡെയാണ് ബൂത്ത് ഏജന്റായി ഇപ്പോൾ NDA നിശ്ചയിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് ഷിൻഡെ കൂടാതെ തന്നെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളും ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും റാം മോഹൻ നായിഡുവും എന്നിവർ ഈ പോളിംഗ് ഏജന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കും. രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരുവിധ ആകാംക്ഷകളുമില്ല. ആകെ ഉണ്ടായിരിക്കുന്ന ഒരു ആകാംക്ഷ എന്നുള്ളത് ബീഹാർ തെരഞ്ഞെടുപ്പ് എത്താൻ പോവുകയാണ്. പടിവാതിക്കൽ എത്തി നിൽക്കെ ഏതെങ്കിലും തരത്തിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത് രഹസ്യ ബാലറ്റിലുള്ള വോട്ടെടുപ്പാണ്, വിപ്പില്ല. അതുകൊണ്ട് തന്നെ എംപിമാർക്ക് ആർക്ക് വേണേലും വോട്ട് ചെയ്യാൻ കഴിയും. ആർക്കാണ് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വോട്ട് ചെയ്തത് എന്നുള്ളത് കാര്യം അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നുമുള്ള ഏതെങ്കിലും എംപിമാർ NDAയുടെ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ വോട്ട് ചെയ്യുമോ എന്നുള്ള ആശങ്ക യഥാർത്ഥത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ, അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായാൽ, അതായത് അവർ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന പ്രതിപക്ഷ വോട്ടുകൾ അതിൽ കുറവ് വന്നാൽ സ്വാഭാവികമായും അത് ബീഹാർ തെരഞ്ഞെടുപ്പിനെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അത് ബീഹാറിൽ മറ്റൊരു ചിത്രം നൽകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഭൂരിപക്ഷം നിലവിലുണ്ട്. അതായത് 781 എംപിമാർക്കാണ് ഇലക്ട്രൽ കോളേജ് പ്രകാരം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുക. അതിൽ ബിജു ജനതാദളിൻ്റെയും അതേപോലെ തന്നെ BRSൻ്റെയും ശിരോമണി അകാലിദളിൻ്റെയും എംപിമാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ളത് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 12 എംപിമാരാകും ഇതിൽ നിന്നും വിട്ടുനിൽക്കുക. അങ്ങനെ 769 എംപിമാർക്കാകും വോട്ടവകാശമുള്ളുക. 385 എന്നുള്ള ഒരു മാജിക് ഫിഗർ കടക്കുന്ന ആർക്കാണേലും അവർക്ക് വിജയം സുനിശ്ചിതമാണ്. സ്വാഭാവികമായും ആ ഒരു ഫിഗർ കടക്കുവാൻ നിലവിലെ രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗബലം വെച്ച് NDAക്ക് മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിലവിലിപ്പോൾ ഉള്ള കണക്കുകൂട്ടൽ പ്രകാരം ഏതാണ്ട് NDAക്ക് 425 എംപിമാരുടെ വോട്ടുകൾ, അല്ലെങ്കിൽ 425 എംപിമാരുണ്ട്. ആ വോട്ടുകൾ കൃത്യമായി CP രാധാകൃഷ്ണൻ ലഭിക്കും. ഇതിന് പുറമെയാണ് YSR കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ YSR കോൺഗ്രസ് അവരുടെ പിന്തുണ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും എംപിമാർ വോട്ട് ചെയ്യുവാനുള്ള സാധ്യത, ഒപ്പം തന്നെ സ്വതന്ത്ര എംപിമാരുണ്ട്, അവരും CP രാധാകൃഷ്ണന് വോട്ട് ചെയ്യുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. ഏതായാലും മുൻപ് ജഗദീപ് ധൻഖറിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിൽ കൂടിയും ഉറപ്പായും CP രാധാകൃഷ്ണൻ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കും. വൈകുന്നേരം 7 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഗൗതം.